നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കപ്പെടാറുണ്ട്. പല കഷ്ടതകളും വന്നിട്ട് നോക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റാതെ അതിനെ ഏത് തരത്തിൽ നേരിടണം എന്ന് ചിന്തിച്ച് പല വഴികളിൽ കൂടി അതിന് ശ്രമം നടത്തുമ്പോഴൊക്കെ ചിലതൊക്കെ പരാജയപ്പെട്ടു പോകാറുണ്ട്. രോഗങ്ങളായിട്ടും സാമ്പത്തിക തകർച്ചയായിട്ടും ജോലിയില്ലാതെ കുടുംബത്തിൽ തന്നെ പല പ്രശ്നങ്ങളായിട്ടും ഉരുത്തിരിയാറുണ്ട്. അപ്പം അതിൽ നിന്നൊരു മാറ്റം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ പലതരത്തിൽ, ഇപ്പോൾ രോഗങ്ങളാണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് നല്ല ഡോക്ടറെ കണ്ടാലും ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സമാധാനം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വഴക്കുകളോ പ്രശ്നങ്ങളോ സമാധാനക്കേടുകൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞാൽ അതിൽ നിൽക്കാത്ത തരത്തിലുള്ളതായ വഴക്കുകൾ, കാരണമില്ലാതെ വഴക്കുണ്ടാകുന്ന സന്ദർഭങ്ങൾ, അതേപോലെ മാനസികമായിട്ടുള്ള തകർച്ചകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊരു ഒറ്റപ്പെടലുകൾ വളരെയധികം ഫീൽ ചെയ്യും. ഇപ്പോൾ 2-3 ആളുകളൊക്കെ ഉള്ള വെച്ചാൽ അന്ന് 1-2 ആളുകൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ നമ്മൾ അവഗണിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ നന്നായിട്ട് ഫീൽ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പല വിശ്വാസങ്ങളിലേക്ക്, നമ്മുടേതല്ലാത്ത പല വിശ്വാസങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ സ്വന്തം മുറ്റത്ത്, നമ്മുടെ സ്വന്തം തൊടിയിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലിരിക്കുന്ന ദൈവങ്ങളെ തന്നെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. നമ്മുടെ കുടുംബത്തിലുള്ളതായ ദൈവങ്ങളെ തന്നെ, കുലദൈവങ്ങളെ തന്നെ നമ്മൾ ആചരിക്കേണ്ട പൂർവികർ അത് ഉപാസിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കൃത്യമായിട്ട് പൂജിച്ചിരുന്ന ആ ദൈവങ്ങൾ വെളുക്കും തിരിയില്ലാണ്ടോ അല്ലെങ്കിൽ ഭക്തിയില്ലാഞ്ഞോ ഒരു നേരത്തെ നിവേദ്യം കിട്ടാതൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ പാഴ് വസ്തു പോലെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അതിനോടുള്ള വിശ്വാസം നമുക്ക് പലർക്കും ഉണ്ടാകില്ല. കാരണം അത് നമ്മുടെ വീട്ടിലുള്ള അങ്ങനെ 2-3 കല്ലിരിക്കണം, 2-3 കരിങ്കല്ല്, അല്ലെങ്കിൽ അത് വെറുതെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് അറിവില്ലായ്മയുടെ പേരിൽ കൊണ്ടുവച്ച് എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ലേബലിൽ അത് അവിടെ ഇരിക്കും. പലപ്പോഴും അതിനെ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഇത് കുറച്ച് വൃത്തി കുറഞ്ഞാലും നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന അതേ ശക്തി തന്നെ ഇതിനെ ഉണ്ടാകുക. അപ്പം അതിന് വേണ്ടുന്ന തരത്തിൽ നമ്മളതിനെ ആചരിക്കാറില്ല, അതിനറിയാൻ ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഓരോ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വലിയ വലിയ വഴിപാട് കഴിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളതായ ഈ ദൈവങ്ങൾ തന്നെ അവിടെയുള്ളത്, അല്ലെങ്കിൽ ഈ ശക്തി തന്നെ അവിടെയും കിട്ടുക. അപ്പോൾ അത് ഇതിനെ അവഗണിച്ചിട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കതിനുള്ള സുഖം ഉണ്ടാകാറില്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ചിലർ മനസ്സിനുള്ള സമാധാനം ആസ്വദിക്കുക, കുറേ അകലൊക്കെ പോയി അമ്പലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ നിവേദ്യങ്ങളൊക്കെ കഴിച്ചു, വഴിപാട് കഴിച്ചു, പ്രാർത്ഥിച്ചൊക്കെ നിന്ന് വരുമ്പോഴൊക്കെ ചിലപ്പോൾ അവർക്ക് മനസ്സിന് ഒരു സ്വസ്ഥത ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടാകും. പക്ഷെ പലരും അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കാറില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ദൈവങ്ങൾ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതെന്താണെന്നുള്ളത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ അറിവുള്ളവർ മരണപ്പെട്ടു പോകുമ്പം പറഞ്ഞു കൊടുക്കാതെയും അതങ്ങനെ ഒരു മൂലയ്ക്ക് അങ്ങനെ ആവുന്നു. അതിപ്പോൾ ചിലപ്പോൾ ഭദ്രകാളി ആയിരിക്കാം. ഈ ഭദ്രകാളി തന്നെയാണ് കൊടുങ്ങല്ലൂരുള്ളത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും പ്രമുഖ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് ഇതേ ദൈവ സാന്നിധ്യം തന്നെയായിരിക്കും. പക്ഷേ അവർ അതിന് വേണ്ടുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അത്രയും ഉയർച്ചയിലൊക്കെ എത്തിയിട്ടുണ്ടാവുക. ആ ദൈവം തന്നെയാണ് നമ്മളിവിടെ അവഗണിക്കുക, കാരണം രോഗങ്ങൾക്കിടയാക്കാനും എല്ലാത്തിനും കാരണമായിട്ട് കിടക്കുന്ന ഈ ദേവിയായിരിക്കാം, ചാത്തനായിരിക്കാം, കരികുട്ടിയായിരിക്കാം, ഗുളികനായിരിക്കാം, എല്ലാ മൂർത്തികളും നമ്മൾ ആചരിക്കുന്ന ചില വീരഭദ്രനായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഈ മൂർത്തികൾ ഉള്ള കുടുംബത്തിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകാറുണ്ട്. കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലദോഷങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാറുണ്ട്. ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, അല്ലെങ്കിൽ ഈശ്വരാധീനില്ലായ്മ, ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ കുറേ അധികം ദൈവങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്കതിൽ സമാധാനമില്ല, ഇവരൊക്കെ ഉണ്ടായിട്ട് എന്താണ് നമുക്ക് ഇങ്ങനെ വരുന്നത്, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി നമുക്ക് വരിക. കാരണം നമ്മളതിനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അതിൻ്റെ ശക്തി, അതിൻ്റെ സാധ്യത എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു വേള കാരണന്മാരൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതാരാണ് അച്ഛ, അല്ലെങ്കിൽ ഇതാരാണ് വലിയ, അല്ലെങ്കിൽ അച്ഛ ഇതാരാണ്, അല്ലെങ്കിൽ അമ്മേ, നമ്മുടെ ഇങ്ങനെ കുറേ ദൈവങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇതാര് വെച്ചതാണ്, ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥകൾ, നമ്മളതിനെ എങ്ങനെ വേണം, അങ്ങനൊക്കെ ആചരിക്കാനോ അല്ലെങ്കിൽ അറിഞ്ഞ് ചെയ്യാനോ ശ്രമിക്കുന്ന സമയം ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഇരിക്കും. നല്ലതായിട്ട് വരുന്നൊരു സമയത്ത് ആരും അങ്ങോട്ട് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന് നേരില്ല. നമ്മളെല്ലാവരും കൈവിട്ട്
രോഗദുരിതങ്ങളായി രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താവും നമ്മൾ ഇനി എങ്ങനെ ആയാലാണ് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. പഴയ ആ രൂപത്തിലേക്ക് ആവണമെങ്കിൽ സാമ്പത്തികത്തിലേക്ക് 4 ആൾ നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തു വന്നിരുന്ന തൊഴിൽ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ദൈവങ്ങളിലേക്ക് നമ്മുടെ മനസ്സെത്തുക. കാരണം മറ്റുള്ളവർ സന്ധിക്ക് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അങ്ങനെ ചുറ്റുവിളക്ക്, അതേപോലെ തന്നെ മാസപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ദൈവങ്ങൾ നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു ഉൾവിളി നമുക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ദൈവങ്ങളെ ഞാൻ പറഞ്ഞു, കുറച്ച് വൃത്തി കുറഞ്ഞോട്ടെ, കുറച്ച് ഭംഗിയില്ലാഞ്ഞോട്ടെ, വെറും കരിങ്ങല്ലായിക്കോട്ടെ, ആ ദൈവങ്ങളെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ആപത്തിനും മുന്നിട്ടിറങ്ങി അതിനെ സംരക്ഷിക്കാനും വരുന്ന ആപത്തിനെ തടയിടാനും അവരാൽ പ്രാപ്തരാണ്. അവരാൽ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കണില്ല. നമുക്ക് ഈഗോ ആണ് ഇതിലും എല്ലാം അപ്പുറത്ത്. ഇത് വെറുതെ എന്തിട്ട് ഇത് നമ്മളെ വിവരമില്ലാണ്ട് ആളുകൾ കൊണ്ടുവച്ച കുറെ കള്ളുപിടിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുക. പക്ഷെ ഏതും സ്വർണ്ണമാണെങ്കിൽ തന്നെ അതൊരു കുപ്പയിൽ കിടന്നു കഴിഞ്ഞാൽ അതിന് വില ഉണ്ടാകില്ല. സ്വർണ്ണം ഇരിക്കുന്ന പോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിന് വില ഉണ്ടാവുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആ ഇരിപ്പ് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു താഴത്ത് കല്ലൊക്കെ വെച്ചിട്ട് അതിൽ ചിലപ്പോൾ ദൈവങ്ങൾ ഉണ്ടാവുക. ചിലവരൊക്കെ നല്ല തറ കെട്ടിയിട്ട് അതൊന്ന് ഉയർത്തി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പൂജ ഒന്നും ഉണ്ടാവില്ല, വിളക്ക് വെക്കില്ല. അതങ്ങനെ കാക്കയും കോഴിയൊക്കെ കഷ്ടിച്ചിട്ടും ഇലകളൊക്കെ വന്ന് മൂടിയിട്ട് അങ്ങനെ കിടക്കുന്ന സന്ദർഭങ്ങളുള്ളവരുണ്ടായി. അപ്പൊ അതിനൊക്കെ വൃത്തിയാക്കിയിട്ട് എന്താണ് അറിഞ്ഞ് എൻ്റെ സ്ഥലത്തുള്ളതായ ദൈവങ്ങൾ ആരാണ് എന്താണ് എന്ന് അറിഞ്ഞ് അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ കുടുംബത്തേക്ക് ഉണ്ടാകും. അപ്പം ഈ കാലദോഷങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു കാലത്ത് ശക്തിയായി ചൈതന്യത്തോടു കൂടി നിന്നിരുന്നതായ ധർമ്മദൈവങ്ങൾ അവരെ ആചരിക്കാതെ വരുമ്പോൾ അവർക്ക് അവരുടേതായ ദുരിതങ്ങൾ നമുക്ക് അടിക്കാൻ തുടങ്ങും. ഇപ്പം വളരെയധികം തീയിൻ്റെ അടുത്തിരിക്കുമ്പോൾ ചൂടടിക്കുന്ന പോലെ, നല്ല വെയിലുള്ള സമയത്ത് കുടയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ മരത്തിൻ്റെ തണലൊന്നും ഇല്ലാതെ ചെറുസ്ഥലത്ത് ഇരിക്കുമ്പോൾ ചൂടടിക്കുന്ന പോലെ തന്നെ ദൈവങ്ങൾക്ക് അവരുടേതായ ദുരിതങ്ങൾ വരുമ്പോൾ നല്ലതായ സമയത്താണെങ്കിൽ നല്ലതായ കാര്യങ്ങൾ മാത്രം നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സമയദോഷങ്ങൾ ഉണ്ടാകുക, ദൈവങ്ങളുടേതായ ദുരിതങ്ങളും വരുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണിക്കും. അത് എത്ര മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ നമുക്ക് കാണിക്കും. അങ്ങനെ വരുമ്പോഴോ അതേപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ തന്നെ മറ്റുള്ള ആളുകൾക്ക് വരെ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ, ബാധാദോഷങ്ങളായാലും ശത്രുദോഷങ്ങളായാലും നമുക്ക് അനുഭവിക്കാനായിട്ട് യോഗമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അതിർത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൈസേനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ പലതരത്തിലുള്ള നാനാ വിഷയങ്ങൾ. ഇപ്പം കല്യാണം കഴിച്ചു, അത് ഏതെങ്കിലും തരത്തിലൊക്കെ പറഞ്ഞ് ഇഷ്ടമായില്ല, ചെക്കന് ഇഷ്ടമായില്ല, പെണ്ണിന് ഇഷ്ടമായ, സ്ത്രീധനത്തിന്റെ പേരിൽ പറഞ്ഞ് പെണ്ണിൻ്റെ ഒടിക്ക് പോയി, ചെക്കൻ്റെ ഒടിക്ക് പോയി. അങ്ങനെ വരുമ്പോൾ അവർ തിരിച്ചു വരണം എന്നുള്ളതായ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് അനുഭവിക്കേണ്ടതായ സ്വത്ത് മറ്റുള്ളവർ തട്ടിയെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് എടുത്തു പോകാതെ നമ്മുടെ കയ്യിൽ തന്നെ വരണം എന്നുള്ളതായ ലക്ഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടത് ചോദിക്കാൻ നമുക്ക് പ്രാപ്തിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കയ്യാങ്കളിക്ക് വരും. അവൻ കാശുള്ളവനാണ്, 4 ആൾ പറഞ്ഞാൽ കേൾക്കുന്നവനാണ്, നമുക്ക് ആരുമില്ല. അങ്ങനൊക്കെ വരുന്ന സമയങ്ങളിൽ, അതേപോലുള്ളതായ സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മീനോ അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഗം കേൾക്കുന്ന ദൈവങ്ങളുണ്ട്. അവിടേക്ക് ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെ ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ദോഷം പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ അയാൾക്കുണ്ടാവുക. അല്ലെങ്കിൽ നല്ല സമയമാണെങ്കിൽ അയാൾക്ക് കേൾക്കില്ല. ഇത് തിരിച്ചു നമുക്കാണെങ്കിൽ നമ്മളാണ് അത്തരം കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ സമയദോഷങ്ങൾ ഞാൻ പറഞ്ഞു, ധർമ്മദൈവങ്ങൾ അനുഗ്രഹമില്ല, ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് തന്നെ തിരിച്ചിട്ടാണ് അതുണ്ടാകുന്നത്. അത് ശരിക്കും കൃത്യമായിട്ട് കിട്ടും. അപ്പം ഇവിടെ തടുക്കാനായിട്ടോ തടയിടാനോ നമുക്ക് പുറത്തുനിന്ന് കുറേ ആളുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ പക്ഷിമൃഗമൊക്കെ വരുമ്പോഴോ, പക്ഷിയല്ല സോറി ഈ മാട് അതുപോലൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് കയറാണ്ടിരിക്കുന്ന വെയിലോ മതിലോ ഗേറ്റൊക്കെ ഉണ്ട് പെട്ടെന്നൊന്നും വരില്ല. അതൊന്നും ഇല്ലാത്തൊരു വീടാണെങ്കിലോ വെയിലൊന്നും ഇല്ലാച്ചെങ്കിൽ എല്ലാവർക്കും കയറി വരാം. അപ്പോൾ അത് ഈ ബാധാദോഷങ്ങൾ പലതരത്തിൽ കയറി വരുമ്പോൾ അതിനെ തടയിടാൻ പ്രാപ്തരായ നമ്മുടെ ധർമ്മദൈവങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ ദോഷങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ അതൊരു നല്ലൊരു നോട്ടക്കാരൻ്റെ അടുത്ത് പോകുമ്പോഴാവും നമുക്കിങ്ങനെ അറിയാം, നിങ്ങൾക്ക് ഇതുമാതിരി ദുരിതങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ധർമ്മദൈവങ്ങളുടേതായ കോപങ്ങളുണ്ട്, പുറത്തുനിന്ന് വന്നിരിക്കുന്ന ശത്രുദോഷങ്ങളുണ്ട്, ആഭിചാര പ്രവൃത്തികളുണ്ട്, അല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാതെ മാറാരോഗ്യമായിട്ട് കിടക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലത്തതായ പ്രശ്നങ്ങൾ ഒരു വാടകയ്ക്കാണ് വന്നിട്ട് നമ്മൾക്ക് ഇരിക്കുമെന്ന് വിചാരിക്കുക, ആ സ്ഥലത്തെ ദോഷങ്ങൾ വരെ നമ്മൾ അനുഭവിക്കണം പ്രാപ്തരാകും, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ആ സ്ഥലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ, ആ വീട്ടുകാർക്കുള്ള പ്രശ്നങ്ങൾ വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സന്ദർഭത്തിലൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ആദ്യം ചികിത്സിക്കാൻ പോവാം. ആദ്യം ചികിത്സയ്ക്ക് പോയി ഭേദമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നോട്ടക്കാരൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ നിങ്ങളിന്ന് വിട്ടുമാറണമെങ്കിൽ ഇന്നമാതിരി കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ,
നിങ്ങളുടെ കുലദൈവങ്ങളെ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിച്ച് വിളക്ക് വെച്ച് അവരെ സംരക്ഷിക്കുകയും ചെയ്താലേ ഇതിന് മാറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്ര കാലം മുൻപ് നിങ്ങൾ വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർക്കാവാം, അല്ലെങ്കിൽ ശിവന്റെ അവിടേക്കാം, വിഷ്ണുവിന്റെ അവിടേക്കും, ദേവിയുടെ അവിടേക്കാവാം. ആ വഴിപാടുകളൊക്കെ മുടങ്ങി നിൽക്കുന്നതുകൊണ്ട് അതും പ്രശ്നങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് കഴിയുക. അപ്പം ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് കുലദൈവങ്ങളോ ധർമ്മദൈവങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ അവരെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചിന്തിക്കുക. അവരെ കൃത്യമാക്കി അവർ നല്ല പൂജകളും വിളക്കും വെച്ച് നല്ല നൈവേദ്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വരുന്ന കഷ്ടങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാകാനും രോഗശയ്യയിൽ തന്നെയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് നടക്കാനുള്ളതായ ഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ദൈവാദികളിൽ തന്നെ. ഇനിയിപ്പോൾ പ്രശ്നങ്ങളാണ്, വീട്ടിൽ വഴക്കാം, ഇങ്ങനെയുള്ള ഈ ശത്രുദോഷങ്ങൾ വരുമ്പോഴും ധർമ്മദൈവങ്ങൾ ദുരിതങ്ങളും വരുമ്പോഴും എന്നും വഴക്കായിരിക്കുന്ന ഒരു വീട്ടിലെ പലവർക്കും മാനസികമായിട്ടുള്ള സമാധാനം ഇല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളതായ ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ അത് ശാരീരികമായിട്ടുള്ളതായ രോഗാവശതകൾക്ക് തന്നെ കുറേ മരുന്ന് കഴിക്കുന്നതിനായിട്ട് കൂടുതൽ വഴിവെക്കുക. അപ്പം നമ്മുടെ ധർമ്മദൈവങ്ങളെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പരിപാലിക്കുക. അതേപോലെ തന്നെ നിസ്കരിക്കുന്നവരോ അതേപോലെ തന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലും അതും വലിയൊരു മരുന്നാണ് നമ്മുടെ ഇത്രയും കഷ്ടകാലങ്ങളിലൊക്കെ. അപ്പം അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ആചരിക്കുക. ധർമ്മദൈവങ്ങളെ മറക്കാതിരിക്കുക. കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആചരിക്കുക. 2 നേരം വിളക്ക് വയ്ക്കാൻ പറ്റില്ല, 1 നേരമെങ്കിലും വിളക്ക് വയ്ക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശക്തി നശിച്ച് കിടക്കുന്ന, രോഗശൈലിയായി കിടക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കുറേയധികം കഷ്ടങ്ങളുള്ള ആളുകൾക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മുടെ ധർമ്മദൈവങ്ങൾ മറ്റൊരു ദൈവങ്ങളെ പോലല്ല, അവർ നമ്മുടെ അച്ഛനെ അമ്മയെ അതേപോലെ തന്നെ സംരക്ഷിക്കാൻ പ്രാപ്തരാകും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ വാർഷികമായിട്ട് അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, കളങ്ങളുണ്ട്. അതൊക്കെ കഴിയാൻ ഭാഗത്തന്നെ ചെയ്യാം. ഇല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൊവ്വ കരിമുട്ടി പറഞ്ഞ് വിഷ്ണുമായവർക്കാണ് വെച്ചെങ്കിൽ അവർക്ക് അതിന് കളം ഇട്ടിട്ട്, ഭദ്രകാളിക്കാണെങ്കിൽ 16 അടിക്ക് കളം കെട്ടിയിട്ട് അവർക്ക് കർമ്മം ചെയ്യാം. വിഷ്ണുമായ ചാത്തന്മാർക്കാണെങ്കിൽ കരിമുട്ടി അടക്കമുള്ളവർക്കൊക്കെ 9 അടിക്ക് കളം കെട്ടിയിട്ട് അതിലുള്ള കർമ്മം ചെയ്യാം. ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഗുളികൻ അവർക്കൊക്കെ 5 അടിക്ക് കളം കെട്ടിയിട്ട് കർമ്മം ചെയ്യാം. അപ്പോൾ ഈ കളങ്ങളിലൊക്കെ എത്ര കള്ളിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇല നിറക്ക് ചെറിയ കഷ്ണം ഇല നിറക്ക് വെച്ചിട്ട് അതിൽ അരി നെല്ല് വയ്ക്കുക, നെല്ല് വറുത്ത് വയ്ക്കുക, അവരോ മലരോ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. എന്നിട്ട് അത് ഉത്തമ കർമ്മങ്ങളാണെങ്കിൽ ഉത്തമത്തിലുള്ള പൂജ ചെയ്യുകയും മധ്യമകർമ്മത്തിലാണ് ഈ മൂർത്തികളാണെങ്കിൽ ആ കർമ്മമാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൽ തവിട്, കള്ള്, വിരുതി, കോഴി ഇത്യാദികളൊക്കെ കർമ്മം ചെയ്യാം. ഇങ്ങനെ ഓരോ വർഷത്തിലും അല്ലെങ്കിൽ മാസത്തിലും കർമ്മം ചെയ്യുമ്പോൾ നമുക്കുള്ള ദുരിതങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളറിയാതെ തന്നെ ചെല്ലുമ്പോൾ കുറേയധികം സമാധാനങ്ങളുണ്ടായിരുന്നു. അത് എത്ര കഷ്ടകാലം ഉണ്ടെങ്കിലും കഷ്ടകാലത്തിനനുസരിച്ച് അവിടെ നിൽക്കുള്ളൂ. നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മൾ കുറേ മാറ്റിയെടുക്കുക, മാനസികമായിട്ട് മാറ്റിയെടുക്കാനും നമുക്ക് അതുകൊണ്ട് കഴിയും. അപ്പോൾ ഈ അറിവ് സാധാരണ ജനങ്ങൾക്ക് അതൊരു അറിവായിട്ടിരിക്കട്ടെ. എൻ്റെ ഈ എളിയ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.